നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മോദി ഫ്രാൻസ് അമേരിക്ക സന്ദർശനത്തിനായി യാത്ര തിരിച്ചു. ഫ്രാൻസിൽ നാളെ നടക്കുന്ന AI ഉച്ചകോടിയിൽ മോദി പങ്കെടുക്കും. അതിനുശേഷം വാഷിംഗ്ടൺ DC-യിലെത്തി ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും. മഹാകുംഭമേളയിലെ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ഇനിയൊരു റഷ്യൻ ആക്രമണം ഉണ്ടാകില്ലെന്ന് ഉറപ്പ് ഡൊണാൾഡ് ട്രംപ് നൽകണമെന്ന് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി. അമേരിക്കയും യൂറോപ്പും ഒപ്പം നിൽക്കുമെന്ന ഒരു ധാരണയുണ്ടെങ്കിൽ ഏതു രൂപത്തിലുള്ള ചർച്ചകൾക്കും തയ്യാറാണെന്നും ഉക്രൈനി പ്രസിഡന്റ്. വാട്സപ്പ് ചാറ്റിൽ നടത്തിയ മോശം പരാമർശത്തിൽ ലേബർ MP ഒലിവർ റയാൻ ക്ഷമാപണം നടത്തി. താൻ ഇപ്പോൾ ഖേദിക്കുന്നുണ്ടെന്നും ഒലിവർ റയാൻ. കാനഡയ്ക്ക് വീണ്ടും US-ന്റെ ഇരുട്ടടി. US-ലേക്ക് ഇറക്കുമതി ചെയ്യുന്ന അലുമിനിയത്തിനും സ്റ്റീലിനും 25% നികുതി ചുമത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ കരാറിനെ തുടർന്ന് ഗാസയെ രണ്ടായി വിഭജിക്കുന്ന നീക്കത്തിൽ നിന്നും ഇസ്രയേൽ സൈന്യം പിൻവാങ്ങി. ഇതുവരെ മോചിപ്പിച്ചത് 16 ഇസ്രയേലി ബന്ദികളെയും 566 പലസ്തീൻ തടവുകാരെയും. ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യോമ പ്രദർശനമായ എയ്റോ ഇന്ത്യ ഷോ എലങ്ക വ്യോമതാവളത്തിൽ തുടക്കമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടലിനെ തുടർന്ന് അഭ്യാസങ്ങൾക്കായി റഷ്യയുടെയും US-ന്റെയും സൈനിക വിമാനങ്ങൾ ഒരുമിച്ച് ഇന്ത്യയിലെത്തി. മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേൻ സിംഗിന്റെ രാജിക്ക് പിന്നാലെ മണിപ്പൂർ നിയമസഭാ സമ്മേളനം മാറ്റിവെച്ചു. പകുതി വില തട്ടിപ്പ് കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം. 34 കേസുകൾ കൈമാറി. ക്രൈംബ്രാഞ്ച് ADGP അന്വേഷണത്തിന് നേതൃത്വം നൽകും. നോ ടു ഡ്രഗ്സ് S2 ഫിറ്റ്നസ് എന്ന വിഷയം ഉയർത്തിക്കാട്ടി GTech തിരുവനന്തപുരം ടെക്നോ പാർക്കും സംഘടിപ്പിച്ച മാരത്തോണിൽ പങ്കെടുത്തത് 8000 പേർ. 4 വിക്കറ്റിന്റെ വിജയത്തോടെ ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. വാർത്തകൾ വിശദമായി. ഫ്രാൻസ് അമേരിക്ക സന്ദർശനത്തിനായി യാത്ര തിരിച്ചു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉച്ചയ്ക്ക് ഡൽഹിയിൽ നിന്നും യാത്ര തിരിച്ച മോദി വൈകിട്ടോടെ പാരീസിലെത്തും. ഫ്രാൻസിൽ നാളെ നടക്കുന്ന AI ഉച്ചകോടിയിൽ മോദി പങ്കെടുക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണുമായി ചർച്ച നടത്തും. US വൈസ് പ്രസിഡന്റ് JD വാൻസും ചൈനീസ് ഉപപ്രധാനമന്ത്രി ഡിങ് സിയാക്സുമായി ഉച്ചകോടിയിൽ പങ്കെടുക്കും. അതിനുശേഷം വാഷിംഗ്ടൺ DC-യിലെത്തി നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും. മഹാകുംഭമേളയിലെ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ത്രിവേണി സംഗമസ്ഥാനത്ത് പൂജ നടത്തിയ ശേഷമാണ് രാഷ്ട്രപതി സ്നാനം ചെയ്തത്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനോടൊപ്പമാണ് രാഷ്ട്രപതി ത്രിവേണി സംഗമസ്ഥാനത്തെത്തിയത്. ഗംഗാ നദിയിലൂടെ ബോട്ട് സവാരി നടത്തി ദേശാടന പക്ഷിക്ക് തീറ്റ നൽകുന്ന രാഷ്ട്രപതിയുടെ വീഡിയോ യോഗി ആദിത്യനാഥിന്റെ X അക്കൗണ്ടിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ഇനിയൊരു റഷ്യൻ ആക്രമണം ഉണ്ടാകില്ലെന്ന ഉറപ്പ് ട്രംപ് നൽകണമെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. അമേരിക്കയും യൂറോപ്പും ഒപ്പം നിൽക്കുമെന്ന ഒരു ധാരണയുണ്ടെങ്കിൽ ഏതു രൂപത്തിലുള്ള ചർച്ചകൾക്കും തയ്യാറാണ് എന്ന് ഉക്രൈനി പ്രസിഡന്റ് വ്യക്തമാക്കി. 2022 ഫെബ്രുവരിയിൽ മോസ്കോയുടെ പൂർണ്ണ തോതിലുള്ള അധിനിവേശത്തിനു മുമ്പുള്ള വർഷങ്ങളിൽ ഫലം നൽകാത്ത സമാധാന കരാറുകളുടെയും ചർച്ചകളുടെയും അനുഭവം ആവർത്തിക്കരുതെന്നും ഉക്രൈൻ ആഗ്രഹിക്കുന്നുവെന്നും സെലൻസ്കി പറഞ്ഞു. വാട്സപ്പിൽ ചാറ്റ് നടത്തിയ മോശം സന്ദേശത്തിൽ ലേബർ MP ഒലിവർ റയാൻ ക്ഷമാപണം നടത്തി. വാട്സപ്പിൽ മോശം സന്ദേശങ്ങൾ അയച്ചതിന്റെ പേരിൽ കഴിഞ്ഞ ദിവസമാണ് UK ജൂനിയർ ആരോഗ്യമന്ത്രി ആൻഡ്രൂ ഗിഗിനെ UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ പുറത്താക്കിയത്. ഗ്രൂപ്പിൽ ഗിൻ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങൾ തികച്ചും സ്വീകാര്യമല്ലെന്നും അന്ന് സംസാരിക്കാതിനാൽ താൻ ഇപ്പോൾ ഖേദിക്കുന്നുണ്ടെന്നും ഒലിവർ റയാൻ വ്യക്തമാക്കി. US-ലേക്ക് ഇറക്കുമതി ചെയ്യുന്ന അലുമിനിയത്തിനും സ്റ്റീലിനും 25% നികുതി ചുമത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇത് കൂടുതൽ ബാധിക്കുന്നത് കാനഡയെയാണ്. US-നു മേൽ നികുതി ചുമത്തുന്ന എല്ലാ രാജ്യങ്ങൾക്കും മേൽ തിരിച്ചും നികുതി ചുമത്തുമെന്നും ട്രംപ് പറഞ്ഞു. എന്നാൽ ഏതൊക്കെ രാജ്യങ്ങളെയാണ് ലക്ഷ്യമിടുന്നതെന്നോ എന്തെങ്കിലും ഇളവ് കൊടുക്കുമെന്നോ ഒന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. US ഭരണകൂടത്തിന്റെ US ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് വിഭാഗങ്ങൾ അടച്ചുപൂട്ടാനുള്ള എലോൺ മസ്കിന്റെ നീക്കത്തെ ന്യായീകരിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്.
ട്രംപ് ഭരണകൂടം നടപ്പിലാക്കിയ മാറ്റങ്ങളിൽ മസ്കിന് പ്രയോജനമുണ്ടായിട്ടുണ്ടോ എന്നറിയാൻ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ മസ്കിന്റെ ഡോഗിൽ സൈന്യത്തെയും വിദ്യാഭ്യാസ വകുപ്പിലെ ചിലവുകളെയും പരിശോധിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാറിനെ തുടർന്ന് ഗാസ രണ്ടായി വിഭജിക്കുന്ന നീക്കത്തിൽ നിന്നും ഇസ്രായേൽ സൈന്യം പിൻവാങ്ങി. ഇരു രാജ്യങ്ങളെയും ഇതുവരെ 16 ഇസ്രായേൽ ബന്ദികളെയും 566 പലസ്തീൻ തടവുകാരെയും മോചിപ്പിച്ചിട്ടുണ്ട്. 3 ആഴ്ചയ്ക്കുള്ളിൽ വെടിനിർത്തലിന്റെ ആദ്യഘട്ടം അവസാനിക്കുമ്പോഴേക്കും 33 ബന്ദികളും 1900 തടവുകാരും മോചിക്കപ്പെടുമെന്നും പ്രതീക്ഷിക്കുന്നു. നമീബിയയുടെ ആദ്യ പ്രസിഡന്റ് സാം നിജോ അന്തരിച്ചു. 95 വയസ്സായിരുന്നു. നിലവിലെ നമീബിയൻ പ്രസിഡന്റ് നങ്കോളോ എംബുബെയാണ് മരണവിവരം പുറത്തുവിട്ടത്. തലസ്ഥാനമായ വിൻഡോ ഹോക്കിൽ ആശുപത്രി പ്രവേശിപ്പിച്ച നിജോമ ശനിയാഴ്ച രാത്രിയാണ് മരിച്ചതെന്നും എംബുബ പറഞ്ഞു. റിപ്പബ്ലിക് ഓഫ് നമീബിയയുടെ അടിത്തറ ഇളകിയെന്നാണ് എംബുബ പ്രസ്താവനയിൽ അറിയിച്ചത്. 1990-ൽ വർണ്ണവിവേചനം ദക്ഷിണാഫ്രിക്കയിൽ നിന്നും നമീബിയയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയും 15 വർഷക്കാലം പ്രസിഡന്റായി സാം പ്രവർത്തിച്ചിരുന്നു. കുടിയേറ്റക്കാർക്കെതിരായ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടിയിൽ വ്യാപക പ്രതിഷേധം. ഡെൻവറിലുടനീളം ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന്റെ ഏജന്റുമാർ കുടിയേറ്റക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് തെരുവിലിറങ്ങിയത്. കുടിയേറ്റക്കാർക്ക് അവരുടെ നിയമപരമായ അവകാശങ്ങൾ നൽകണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നു. നമ്മുടെ അയൽക്കാർക്ക് വേണ്ടി പോരാടാനും ഒരുമിച്ച് നിൽക്കുവാനും ട്രംപ് ഭരണകൂടത്തിന്റെ ഭീഷണികൾക്കെതിരെ ശബ്ദമുയർത്തുവാനുമാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നതെന്നാണ് പ്രതിഷേധക്കാരുടെ വാദം. ഡെൻവറിൽ സ്റ്റേറ്റ് ക്യാപിറ്റൽ കെട്ടിടത്തിന് പുറത്ത് ശനിയാഴ്ച നടന്ന റാലിയിൽ നിരവധി പേർ പങ്കെടുത്തു. ഇനി നാഷണൽ ഹൈലൈറ്റ്സ്. ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യോമ പ്രദർശനമായ എയ്റോ ഇന്ത്യ ഷോ യഹങ്ക വ്യോമതാവളത്തിൽ തുടക്കമായി. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്തതോടെ ഇന്നു മുതൽ 14 വരെ നടക്കുന്ന എയർ ഷോയ്ക്ക് തുടക്കമായത്. സ്വദേശത്തും വിദേശത്തുമുള്ള പ്രമുഖർ പങ്കെടുക്കും. എയ്റോ ഇന്ത്യ ഷോ എയ്റോ ഇന്ത്യയുടെ ആദ്യ 3 ദിവസങ്ങളിലായ ഫെബ്രുവരി 10, 11, 12 തീയതികളിൽ പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകൾക്കായിരിക്കും പ്രവേശനം. 13, 14 തീയതികളിൽ പൊതുജനങ്ങൾക്കും പ്രവേശനം അനുവദിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടലിനെ തുടർന്ന് റഷ്യയുടെയും US-ന്റെയും സൈനിക വിമാനങ്ങൾ ഒരുമിച്ച് ഇന്ത്യയിൽ എത്തിച്ചിരിക്കുകയാണ്. ഒരിക്കലും സംഭവിക്കാൻ സാധ്യത പോലും ഇല്ലാത്ത കാര്യം മോദിയുടെ നിർണായകമായ ഇടപെടലിനെ തുടർന്നാണ് സാധ്യമായത്. മുഖ്യമന്ത്രി ബിരേൻ സിംഗിന്റെ രാജിക്ക് പിന്നാലെ മണിപ്പൂർ നിയമസഭാ സമ്മേളനം മാറ്റിവെച്ചു. മുഖ്യമന്ത്രിക്കെതിരെ അവിശ്വാസം കൊണ്ടുവരാൻ കോൺഗ്രസ് നീക്കങ്ങൾ തുടങ്ങിയതിന് പിന്നാലെയായിരുന്നു രാജി. ഡൽഹിയിലെത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമായിരുന്നു ബിരേൻ സിംഗ് രാജിക്കത്ത് നൽകിയത്. മണിപ്പൂരിലെ സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്താൻ BJP നേതാവ് സംഫിൻ ഇംഫാൽ എത്തുന്നുണ്ട്. കലാപം തുടങ്ങി 2 വർഷത്തിനു ശേഷമാണ് ബിരേൻ സിംഗിന്റെ രാജിക്കത്ത് ഗവർണർ അജയ് ഭല്ലവയ്ക്ക് കൈമാറി. കുംഭമേള നടക്കുന്ന ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ വൻ ട്രാഫിക് ജാം. 300 കിലോമീറ്ററോളം നീളത്തിൽ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു. ഞായറാഴ്ച കുംഭമേളയ്ക്ക് വന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് മേള സ്ഥലത്ത് നിന്നും 100 കണക്കിന് കിലോമീറ്റർ അകലെ കാറുകളിലും മറ്റു കുടുങ്ങിക്കിടക്കുന്നത്. ഇതോടെ വിവിധ ജില്ലകളിലുള്ള ഗതാഗതം നിർത്തിവെക്കാൻ പോലീസ് നിർദ്ദേശം നൽകി. ഇനി കേരള ഹൈലൈറ്റ്സ്. പകുതി വില തട്ടിപ്പ് കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം. 34 കേസുകൾ ഇതിനോടകം കൈമാറി. ക്രൈംബ്രാഞ്ച് ADGP അന്വേഷണത്തിന് നേതൃത്വം നൽകും. എല്ലാ ജില്ലകളിലും പ്രത്യേക സംഘങ്ങൾ രൂപീകരിക്കും. അനന്തകൃഷ്ണനെതിരെ കൂടുതൽ പരാതികൾ പോലീസിന് ലഭിച്ചു. അനന്തുവിന്റെ സാമ്പത്തിക കൂട്ടാളികളെ തിരയുകയാണ് പോലീസ്. മതസൗഹാർദ്ദം വിളിച്ചോതുന്ന 111-ാം പട്ടാമ്പി നേർച്ചയ്ക്കിടെ ആന ഇടഞ്ഞു. ആഘോഷത്തിന് സമാപനം കുറിച്ചുകൊണ്ട് നടന്ന ഗജസംഗമത്തിന് പിന്നാലെ പേരൂർ ശിവൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ആന ഇടഞ്ഞത് കണ്ട് ഭയന്നോടിയ ഒരാൾ പരിക്കേറ്റു. രക്ഷപ്പെടാനായി മതിലിന് മുകളിൽ കയറുന്ന സമയത്താണ് പരിക്കേറ്റത്. അപൂർവ രക്തത്തിനായി ഒരു കരുതൽ എന്ന നിലയ്ക്ക് അപൂർവ രക്തദാതാക്കളെ തിരിച്ചറിയാനുള്ള റെയർ ബ്ലഡ് ഡോണർ രജിസ്റ്റർ കേരള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിൽ പുറത്തിറക്കി. തിരുവനന്തപുരം, കോട്ടയം, തൃശൂർ, കോഴിക്കോട് സർക്കാർ മെഡിക്കൽ കോളേജുകൾ ഏകോപിച്ചാണ് ഈ പദ്ധതി പൂർത്തിയാക്കിയത്. നിരവധി ആന്റിജനുകൾ പരിശോധിച്ച് ഇതുവരെ 3000 അപൂർവ രക്തദാതാക്കളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പങ്കെടുത്ത ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സർവീസിന്റെ ദേശീയ കോൺക്ലേവിലാണ് റെയർ ബ്ലഡ് ഡോണർ രജിസ്ട്രി പ്രകാശനം ചെയ്തത്. കേരള മോഡൽ റെയർ ബ്ലഡ് ഡോണർ രജിസ്ട്രി രാജ്യത്താകെ വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്ര ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സർവീസ് ഡയറക്ടറും ഉറപ്പ് നൽകി. കൂടുതൽ രക്തദാതാക്കൾ ഉൾപ്പെടുത്തി രജിസ്ട്രി വിപുലപ്പെടുത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. നിരവധി ആന്റിജനുകൾ പരിശോധിച്ച ശേഷമാണ് അപൂർവ രക്തദാതാക്കളുടെ രജിസ്ട്രി സജ്ജമാക്കിയത്. ഉടൻ തന്നെ രജിസ്ട്രിയുടെ സേവനം സംസ്ഥാനത്തൊട്ടാകെ ലഭ്യമാക്കും. കൂടുതൽ രോഗികൾക്ക് ഉപകാരപ്പെടാൻ രജിസ്ട്രിയെപ്പറ്റിയുള്ള പ്രാഥമിക വിവരങ്ങൾ വൈദ്യസമൂഹത്തിലേക്കും പൊതുജനങ്ങളിലേക്കും എത്തിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. പലതവണ രക്തം സ്വീകരിക്കേണ്ടി വരുന്ന തലാസീമിയ, അരിവാൾ രോഗം, വൃക്ക, ക്യാൻസർ രോഗികൾ എന്നിവരിലും ഗർഭിണികളിലും ആന്റിബോഡികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവർക്ക് യോജിച്ച രക്തം ലഭിക്കാതെ വരുമ്പോൾ ഈ രജിസ്ട്രിയിൽ നിന്നും അനുയോജ്യമായ ദാതാവിനെ കണ്ടെത്തി രക്തം കൃത്യസമയത്ത് നൽകി ജീവൻ രക്ഷിക്കാൻ സാധിക്കും. തിരുവനന്തപുരം, കോട്ടയം, തൃശൂർ, കോഴിക്കോട് സർക്കാർ മെഡിക്കൽ കോളേജുകളെ ഏകോപിപ്പിച്ചാണ് ഈ പദ്ധതി പൂർത്തിയാക്കിയത്. കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിൽ തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജ് രക്തബാങ്കിനെ സ്റ്റേറ്റ് നോഡൽ സെൻ്ററായും തിരഞ്ഞെടുത്തു.
2 കോടിയോളം രൂപയാണ് ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ്റെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ചിരുന്നത്. ഇതുവരെ 3000 അപൂർവ രക്തദാതാക്കളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ 4 പ്രദേശങ്ങളിലെ സന്നദ്ധ രക്തദാതാക്കളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് അതിലെ 18 ആൻറ്റിജനുകൾ പരിശോധിച്ചിരുന്നു. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സർവീസ് രംഗത്ത് നൂതനവും പ്രസക്തവുമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന റെഡ് ബ്ലഡ് ഡോണർ രജിസ്ട്രി ടീമിനെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും ആദരിച്ചു. ന്യൂസ് ഡെസ്ക് ആനന്ദ് TV. നോ ടു ഡ്രഗ്സ് യെസ് ടു ഫിറ്റ്നസ് എന്ന വിഷയം ഉയർത്തിക്കാട്ടി ജിടെക്കും തിരുവനന്തപുരം ടെക്നോ പാർക്ക് മാരത്തോൺ സംഘടിപ്പിച്ചു. സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുമുള്ള 8000-ഓളം പേർ ജിടെക് മാരത്തോണിൽ പങ്കെടുത്തു. കായിക വഖഫ് ഹജ്ജ് തീർത്ഥാടന വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഇന്ത്യൻ സ്പ്രിന്റ് താരം ഹിമ ദാസ് വിശിഷ്ടാതിഥിയായിരുന്നു. വിഭാഗത്തിൽ സിറിൻ ജ്യോതിഷ് ജോയിയും പുരുഷ വിഭാഗത്തിൽ ഷിനുമോളും വിജയികളായി. വെറ്ററൻ വിഭാഗത്തിൽ കാമേഷ് KH, കേണൽ അനു ഷാജി എന്നിവർ വിജയികളായി. വനിതകളുടെ 21 കിലോമീറ്ററിൽ 2 മണിക്കൂർ 12 മിനിറ്റ് ഫിനിഷിംഗ് സമയം രേഖപ്പെടുത്തിയ അനു ഷാജിയെ ഓവറോൾ ജേതാവായി പ്രഖ്യാപിച്ചു. സീനിയർ വെറ്ററൻ വിഭാഗത്തിൽ 21 കിലോമീറ്റർ മാരത്തണിൽ ആൺപെൺ വിഭാഗങ്ങളിൽ നളിനാക്ഷനും ദേവിദാസും ജേതാക്കളായി. 10 കിലോമീറ്റർ ഓപ്പൺ വിഭാഗത്തിൽ പ്രവീൺ കുമാറും വിനിത വർഗീസും യഥാക്രമം ആൺപെൺ വിഭാഗങ്ങളിൽ ഒന്നാമതെത്തി. വെറ്ററൻ വിഭാഗത്തിൽ അബു പൂപ്പാലവും സോയാസിയയും വിജയികളായി. പുരുഷന്മാരുടെ സീനിയർ വെറ്ററൻ റേസിൽ രവീന്ദ്ര പട്ടേൽ ഒന്നാമതെത്തിയപ്പോൾ സീന ഫിറോസ് വനിതകളിൽ ഒന്നാമതെത്തി. ആരോഗ്യകരമായി ഭക്ഷണം കഴിക്കുകയും ശാരീരിക ക്ഷമത നിലനിർത്തുകയും ചെയ്യുന്നതിനൊപ്പം ലഹരി ഉപയോഗം വേണ്ടെന്ന് വയ്ക്കുകയും ചെയ്യണമെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസറും ഇലക്ട്രോണിക്സ് IT സെക്രട്ടറിയുമായ ഡോക്ടർ രത്തൻ U ഖേൽക്കർ പറഞ്ഞു. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് പോലീസുമായും മറ്റ് സർക്കാർ വകുപ്പുകളുമായും ചേർന്ന് പ്രവർത്തിക്കും എന്ന് IBS സോഫ്റ്റ്വെയർ എക്സിക്യൂട്ടീവ് ചെയർമാനും ജിടെക് ചെയർമാനുമായ VK മാത്യൂസ് പറഞ്ഞു. ജിടെക് മാരത്തണിൻ്റെ 4ാം പതിപ്പ് 2026 ഫെബ്രുവരി 8-ന് കൊച്ചിയിൽ നടക്കുമെന്നും പങ്കാളിത്തം 10,000 കടക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ടെക്നോ പാർക്ക് CEO കേണൽ സഞ്ജീവ് നായർ, ചലച്ചിത്ര നടൻ ആന്റണി വർഗീസ്, നടി കാതറിൻ നവ്യ ജെയിംസ്, ജിടെക് സെക്രട്ടറിയും ടാറ്റ എൽക്സി സെന്റർ ഹെഡുമായ ശ്രീകുമാർ V എന്നിവരും സമ്മാന വിതരണ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് ആനന്ദ് TV. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം: ഒരു പൗണ്ട് 108.96 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 87.87 രൂപ, ഒരു യൂറോ 90.82 രൂപ, ഒരു പൗണ്ട് 1.24 US ഡോളർ. ഇനി സ്പോർട്സ്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. 2ാം ഏകദിനത്തിൽ 4 വിക്കറ്റിന്റെ വിജയമാണ് ഇന്ത്യ നേടിയത്. നേരത്തെ ടോസ് നേടിയ ഇംഗ്ലണ്ട് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. മുൻനിര ബാറ്റർമാർ മികച്ച പ്രകടനം നടത്തിയപ്പോൾ ഇംഗ്ലണ്ട് 49.5 ഓവറിൽ 304 എന്ന സ്കോറിലേക്കെത്തി. 44.3 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ ലക്ഷ്യം മറികടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മോദി ഫ്രാൻസ് അമേരിക്ക സന്ദർശനത്തിനായി യാത്ര തിരിച്ചു. ഫ്രാൻസിൽ നാളെ നടക്കുന്ന AI ഉച്ചകോടിയിൽ മോദി പങ്കെടുക്കും. അതിനുശേഷം വാഷിംഗ്ടൺ DC-യിലെത്തി ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും. മഹാകുംഭമേളയിലെ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ഇനിയൊരു റഷ്യൻ ആക്രമണം ഉണ്ടാകില്ലെന്ന് ഉറപ്പ് ഡൊണാൾഡ് ട്രംപ് നൽകണമെന്ന് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി. അമേരിക്കയും യൂറോപ്പും ഒപ്പം നിൽക്കുമെന്ന ഒരു ധാരണയുണ്ടെങ്കിൽ ഏതു രൂപത്തിലുള്ള ചർച്ചകൾക്കും തയ്യാറാണെന്നും ഉക്രൈനി പ്രസിഡന്റ്. വാട്സപ്പ് ചാറ്റിൽ നടത്തിയ മോശം പരാമർശത്തിൽ ലേബർ MP ഒലിവർ റയാൻ ക്ഷമാപണം നടത്തി. താൻ ഇപ്പോൾ ഖേദിക്കുന്നുണ്ടെന്നും ഒലിവർ റയാൻ. കാനഡയ്ക്ക് വീണ്ടും US-ന്റെ ഇരുട്ടടി. US-ലേക്ക് ഇറക്കുമതി ചെയ്യുന്ന അലുമിനിയത്തിനും സ്റ്റീലിനും 25% നികുതി ചുമത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ കരാറിനെ തുടർന്ന് ഗാസയെ 2ആയി വിഭജിക്കുന്ന നീക്കത്തിൽ നിന്നും ഇസ്രയേൽ സൈന്യം പിൻവാങ്ങി. ഇതുവരെ മോചിപ്പിച്ചത് 16 ഇസ്രയേലി ബന്ദികളെയും 566 പലസ്തീൻ തടവുകാരെയും. ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യോമ പ്രദർശനമായ എയ്റോ ഇന്ത്യ ഷോ എലങ്ക വ്യോമതാവളത്തിൽ തുടക്കമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടലിനെ തുടർന്ന് അഭ്യാസങ്ങൾക്കായി റഷ്യയുടെയും US-ന്റെയും സൈനിക വിമാനങ്ങൾ ഒരുമിച്ച് ഇന്ത്യയിലെത്തി. മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേൻ സിംഗിന്റെ രാജിക്ക് പിന്നാലെ മണിപ്പൂർ നിയമസഭാ സമ്മേളനം മാറ്റിവെച്ചു. പകുതി വില തട്ടിപ്പ് കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം.
34 കേസുകൾ കൈമാറി. ക്രൈംബ്രാഞ്ച് ADGP അന്വേഷണത്തിന് നേതൃത്വം നൽകും. നോ ടു ഡ്രഗ്സ് യെസ് ടു ഫിറ്റ്നസ് എന്ന വിഷയം ഉയർത്തിക്കാട്ടി ജിടെക് തിരുവനന്തപുരം ടെക്നോ പാർക്കും സംഘടിപ്പിച്ച മാരത്തോണിൽ പങ്കെടുത്തത് 8000 പേർ. 4 വിക്കറ്റിന്റെ വിജയത്തോടെ ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 020-858-66511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TV എൻജോയ് ചെയ്യുക. പ്രവാസി സമൂഹവുമായി ബന്ധപ്പെടുന്ന വാർത്തകൾ anandnewsdesk@gmail.com എന്ന വിലാസത്തിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കാം. യൂറോപ്പിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുന്നതിന് 020-858-66511 എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്.